ഇവിടെയാണ് മറ്റേ അടി നടന്നത്. ഹലോ ഗായ്സ്, നമ്മ ശരിക്കും മാച്ച് ഉണ്ടല്ലോ. ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് എവിടേക്ക് പോണേച്ച ഷാപ്പിൽ പോകുന്നു ഗായ്സ്. ഫുഡ് കഴിക്കാൻ കറി കഴിക്കാൻ ഞങ്ങൾ പോണ. എനിക്ക് പേരിന് ഒരു ഗ്ലാസ് കള്ളരാന്ന് പറഞ്ഞിട്ടുണ്ട്. കള്ളുടിച്ച പറ്റാവോ? വാങ്ങിയാവും. ഓക്കെ ഗൈസ്, വാങ്ങിയാവട്ടോ. കഞ്ചാവ് മാൻ. മൈ ഹസ്ബൻഡ് ഇസ് എ കഞ്ചാവ്. കള്ള് എന്റെ ഒരു സ്റ്റുഡന്റ് പറയാണ്, ബാറുമല്ലാ കേരളത്തിൽ കൊടുക്കാനുള്ള കള്ള് കേരളത്തിൽ ഉണ്ടാക്കലില്ല, ചെത്തണില്ല. പിന്നെ എങ്ങനെ കള്ള് വരുന്നത്? ഫുൾ കലക്കാന്നാണ് ആള് പറയുന്നത്. അതായത് ഇവിടുത്തെ കേരളത്തിൽ കള്ള് കുടിക്കാൻ പാടില്ല, തെങ്ങുകളില് ഫുൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് പറയുന്നത്. ഇത് വിവാദമാണെങ്കിൽ സൂപ്പറാവല്ലേ? അങ്ങനെ വിവാദമാണെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ലാബിൽ കയറി ടെസ്റ്റ്. എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ മേടിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ എന്താണ് ഇവിടെ ലാബില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ യൂട്യൂബ് ചാനലാണ് എനിക്ക് ഇഷ്ടമുണ്ടായത്. നമ്മൾ സിമ്പിളായിട്ട് കാണുന്ന സാധനങ്ങള് ഇത് ശരിയാണോ തെറ്റാണോ. എനിക്ക് കേരളത്തിൽ ഫുൾ പാലിൽ ടെസ്റ്റ് ചെയ്യണം. പാലാണോ, മോരാണോ, തൈരാണോ, പാലും, അങ്ങനത്തെ സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യണം. അങ്ങനത്തെ യൂട്യൂബ് ചാനലാണ് എൻ്റെ ആഗ്രഹം. എവിടെ പോണടാ? അന്നമനടാ. അഞ്ഞമനടാ. അവിടെ പുഴയുണ്ട്. ആ പുഴ പറഞ്ഞ അതാണ്. ശരി ശരി. വെള്ളം ഇത് മുങ്ങിണ്ടോ? ഇത് മുങ്ങിയില്ല. ഇത് കേറി ഇവിടെ ഞങ്ങൾ പണ്ട് സ്കൂളിൽ പോകുന്നു. കാട് കയറിയാറിനെ ആ പാർക്കില് വെള്ളം തോറി മനസ്സിലാവുള്ള വെള്ളം. എടി ഇതാണ് അന്നമ്മന്റെ പാല. ഈ ബ്രിഡ്ജല്ലേ ക്രാക്കായ വെള്ളപ്പൊക്ക സമയത്ത്? അന്നമ്മനോടെ ബ്രിഡ്ജ് ക്രാക്ക് ആയിട്ടുണ്ടായിരുന്നു. എന്റെ അറിവിലില്ല. ഷാപ്പ് എവിടെയാന്ന് പറയാ? ഷാപ്പ് ഞാൻ ഇവിടെ 1-2 വർഷം വന്നിട്ടുണ്ട്. എവിടെയാണ് മറ്റേ സിനിമ ഷൂട്ട് ചെയ്ത? അങ്കമാലി ഡാരിസിൽ ആ ഷാപ്പിലില്ലേ? ആ ഷാപ്പ് നമ്മൾ മഴയത്ത് നടന്നു പോവാണ് ഗൈസ്. ഷാപ്പിന്റെ വഴി കാണിച്ചു. ഫ്രണ്ട് ക്യാമറ എടുത്ത് ഇതാണ് വഴി. നമ്മൾ കൂടെ ചാടി പോകണം. അവിടെയാണ് ഷാപ്പ്. ലെറ്റ്സ് ഗോ. എന്റെ കാല പറയണ വെച്ചു. മൈ ഗോഡ്, ഡേഞ്ചറസ്. എന്റെ അറിവിൽ ഷാപ്പ് വർക്കിംഗ് ആണ്. ഇനിയിപ്പോ ഞങ്ങളൊക്കെ എല്ലാണെങ്കിലും പറയാ മാതാവേ, ഞാൻ വിചാരിച്ചു ഫാമിലി ഷാപ്പാന്നാണ്. ഇവിടെയാണ് മറ്റേ ഷൂട്ടിംഗ് പടം. ഞാൻ പണ്ട് ഷാപ്പിൽ പോയിട്ടുണ്ട്. അത് ഫാമിലി ഷാപ്പാണ്. അങ്ങനെ പോയാൽ കുഴപ്പമില്ല. ഇതിപ്പോ ഞാൻ പോകുമ്പോ എല്ലാം എന്നെ നോക്കും. നമുക്ക് അതെല്ലാ ഷാപ്പിൽ കയറി നോക്കും. അങ്ങനെ കള്ള് ഷാപ്പ് എത്തി. ആരുമില്ലല്ലേ? അതവിടെ പണിയെടുക്കണ കാരണം നമ്മളിപ്പോ ഓർഡർ ചെയ്ത് എന്നിട്ടൊക്കെയാണ് ബീഫ്, പോർക്ക്, ലിവർ മാത്രം ഓർഡർ ചെയ്തു. കപ്പ, മീൻകറിയാണോ വേണ്ടല്ലേ? പിന്നെ കല്ല് ഇടയ്ക്ക് തമ്മയിലെടുക്കാൻ വേണ്ടി കല്ല്. വൈബിട്ട് കല്ല് ഷാപ്പ് ചെയ്തു. ഇവിടെ ഞാൻ പണ്ട് ഇവിടെയാണ് മറ്റേ അടി നടന്നത്. അവന്മാര് ചോദിക്കണ മൊയിലച്ചി പറഞ്ഞിട്ടേ അടിയെടുക്കുന്ന ഇവിടെയാണ്. അങ്ങനെ നമ്മുടെ ഇതെന്താന്നറിയാ? അത് പറഞ്ഞെടുക്കാം. കുറെ ഡിഷ് ഇല്ലാത്ത ഭയങ്കര മോശം. കുറെ ഡിഷ് ഇല്ലാത്ത മോശമായിട്ടാണ്. രസല്ലേ? നമുക്ക് കള്ള് ഷാപ്പ് ഫുഡാക്കാം. എക്സ്പ്ലോറിങ് കള്ള് ഷാപ്പുകൾ.
ആണോ കൊള്ളാം. നല്ലല്ല ഇതെനിക്ക് ഇഷ്ടമല്ല. ഇതെങ്ങനെയാ കാണിച്ചാൽ അപ്പം ഏത് വെച്ചാ ഒരെണ്ണം നല്ലല്ല. ഞാൻ കുടിക്കാൻ പോണതായി. അങ്ങനെ കള്ളു കുടിക്കാൻ പോണ്. ഞാനാണെങ്കിൽ ബീഫിന് നല്ല ബീഫ് സൂപ്പറുണ്ടാ. ആ സൈഡ് പാക്ക് ചെയ്യുന്ന വെളിച്ചെണ്ണ ഇച്ചു മുടിയൊക്കെ വെട്ടി ഗൈസ്. സുന്ദരനായിട്ടുണ്ട്. പുകവാണ് നല്ല കുടിച്ചോ. Cheers. Cheers. എല്ലാം സൂപ്പറാണ്. ഇനി മീൻ കറിയും കൂടി വന്നിട്ടുണ്ട്, അതുകൂടി വരട്ടെ. അങ്ങനെ നമ്മുടെ മീൻ ചാറ് വന്നിട്ടുണ്ട്. മീൻ ചാറും ഇതും കുടികൊള്ളായിരിക്കും. രസമുണ്ടല്ലോ, എനിക്കിഷ്ടമായിട്ടാണ്. നമ്മളപ്പോൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്താടി? അതായത് ഇവിടെ ഉള്ള ചുറ്റുവട്ടത്തോടെല്ലാം ഷാപ്പിൽ പോവുക, കറി കഴിക്കുക. അതാണ് നമ്മുടെ ഷാപ്പ് സീരീസ്. അങ്ങനെ ഡിറ്റ ഒരു ഗ്ലാസ് ബീർന്ന് കള്ളു പിടിച്ചിട്ട് കിണ്ടിയായി. ഗ്ലാസ് മതിയല്ലേ? ഞാൻ പറഞ്ഞില്ല എനിക്ക് ബിയർ ആയാലും ഞാൻ ഇച്ചിരി ഗ്ലാസ് കുടിക്കുമ്പോൾ ഞാൻ പിന്നേക്ക് ഫുൾ കപ്പിടുന്ന ആവശ്യമില്ല. ശരിക്കും ലാഭാണ്. നോൺ മെയിൻ്റെനൻസ്. ഇങ്ങനെ ഇനി എല്ലാ ആഴ്ചയും കള്ള് സീരീസ് അല്ല, ഷാപ്പ് സീരീസ്. ഇനി ആർക്കെങ്കിലും ഏതൊക്കെ ഷാപ്പ് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യട്ടെ. അവിടെ പോയിട്ട് ഞാൻ കഴിക്കുന്നതാണ്. അങ്ങനെ അടുത്ത ചിക്കനും വന്നു. ചിക്കൻ മീൻ എല്ലാം കഴിച്ച് കിണ്ടിയായി വയറ് നിറഞ്ഞു അല്ലേ? ചിക്കൻ ചിക്കൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ഇത് ആ സബോള വഴറ്റിനായിട്ട് നോക്കുന്നതാണ്. ചൂടുണ്ട്. സബോള വരട്ടിയത് ഭയങ്കര രസമുണ്ട്. ഈ സബോളൊക്കെ ഇങ്ങനെ ചാറ് കൂട്ടിനാ. ഇനി മതി കേട്ടോ, വയറിഞ്ഞു. എൻ്റെ കപ്പാസിറ്റി ഒക്കെ പോയി. വെള്ളടിയിലല്ല ഫുഡിൻ്റെ ചൂട. പണ്ടേ വരുമ്പേ എല്ലാ ഇറച്ചും മേടിക്കും. കഴിക്കും 2 പ്രാവശ്യം 3 പ്രാവശ്യം മേടിക്കും. നല്ല കാടൊക്കെ ഉണ്ടെങ്കിൽ കാശിന് വലിച്ചെറിയായിരുന്നു. വീക്കും എൻ്റെ പേഴ്സിലേക്ക് പേഴ്സിലേക്ക് വലിച്ചു വെക്കും. ഇതിട്ട് എത്ര ബില്ല്? 720 അല്ല 785. 720 ഇത് മണ്ടിയടി. ഞാൻ എൻജോയ് ചെയ്തു. ഡേറ്റ് വിചാരിച്ച് 1000 മേലെ ആവും. ഞാൻ വിചാരിച്ചു. അത് ഞാൻ നോർമൽ കടകളിൽ പോയിട്ട് ചിക്കനും ബീഫും വാങ്ങിക്കുന്ന കണക്ക് കൂട്ടിയേ. അങ്ങനെ നോക്കുമ്പോ കുറെ അടിച്ചേറ്റിണ്ടല്ലേ. 6 പ്ലേറ്റ് നമ്മ 2 പേരെ കഴിച്ചേ ഇത്രയും. ഞാൻ പണ്ടേ മുല്ലപ്പന്തി പോയിട്ട് ഞാൻ എല്ലാം ഓർഡർ ചെയ്തു. കുറെ സാധനം ഓർഡർ ചെയ്തു മുല്ലപ്പന്തില് ഫാമിലിയായിട്ട് കൊണ്ടാ. എന്നിട്ട് 1000 ആയുള്ളൂ. ഞാൻ ഇതിനൊക്കെ മാത്രം 2 പേരുള്ളൂ. ഇത്ര ആളുള്ളൂ. അത് നമ്മളൊക്കെ ഈ മൈൻഡ് സെറ്റ് ചെയ്തിട്ടാ നമ്മള് കാശ് പൊട്ടിക്കാൻ വിചാരിച്ചിട്ടുള്ള തന്നെ. പൊട്ടിക്കില്ലാതെ ശരി ഈ കാശ് തരുമ്പോൾ വിഷമം വരും. ഒരു നേരത്തെ ഫുഡ് 800,000 പൊട്ടിക്ക് വിഷമം വരും. അപ്പൊ ഇഷ്ടപ്പെട്ടില്ല ഡിറ്റ? ബൈ, ഗുഡ് നൈറ്റ്.